Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ തന്നെ ആയിരിക്കും. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ വരുന്നുണ്ട്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. ഇനി വിജയം നമുക്കുള്ളതായിരിക്കും. ബോസ് ബോസ്, ഈ വല ഇവിടെ കെട്ടിയിട്ട് മോട്ടും പത്രനെ എങ്ങനെ തടയാൻ പോവുക? ഇതിനകത്തൊന്നും മോട്ടും പത്രം കുടുങ്ങാൻ പോകുന്നില്ല. കുടുങ്ങും. മോട്ടുവും പത്രവും എന്തായാലും കുടുങ്ങും. കുടുക്കിയിരിക്കും ഈ ജോൺ. മോട്ടവരും പത്രവരും നല്ല മനസ്സ്, ഹൃദയശുദ്ധി ഉള്ളവന്മാര് അവന്മാര്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവന്മാരുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ആ സമയം കൊണ്ട് എനിക്ക് മോഷ്ടിക്കാൻ പറ്റുന്നതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവരാം. ബൈ. കോൺസ്റ്റബിൾസ്, ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങില്ല. എന്നെ ഉണർത്താനായിട്ട് ആരും ഇപ്പൊ ഇവിടെ അലാറം ഇടേണ്ട ആവശ്യമില്ല. സാറ്, ഇത് ബാങ്കിന്റെ അലാമാണ്. അവിടെ കളവ് നടന്നിട്ടുണ്ട്. എന്ത്? എന്റെ അമ്മോ മോട്ടുപൊത്തലോ, നിങ്ങൾ രണ്ടാളെ എവിടെയാണ്? പെട്ടെന്ന് നമ്മുടെ ഫുർഫുരനഗർ ബാങ്കിലേക്ക് വരൂ. അവിടെ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ചിങ്ങം സാർ. പത്തുലു വേഗം വരൂ. പത്തുലു, അത് കണ്ടില്ലേ? ആ മരത്തിൽ ആരോ വല കെട്ടി വെച്ചിരിക്കുന്നത്. പാവം ആ പ്രാവുകൾ അതിൽ കുടുങ്ങി കിടക്കുകയാണ്. വേഗം വരൂ, അവറ്റകളെ രക്ഷിക്കണം. മോട്ടു, ഒന്ന് വേഗം ചെയ്യേ. ഇവിടെ ഭയങ്കര മോഷണം നടക്കുന്നുണ്ട്. എന്റെ പത്തിലു, ഞാൻ അറിയാതെ വലയിൽ കുടുങ്ങിപ്പോയി. എന്നെ പുറത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ വരുന്നു. ഒന്ന് സഹായിക്കേ. ആരെങ്കിലും ഒന്ന് സഹായിക്കേ. മോട്ടുപത്രു, കാലത്ത് തന്നെ എന്താ രണ്ടുപേരും മരത്തിന്റെ മുകളിൽ? ബോക്സറേട്ടാ, പ്ലീസ് ഒന്ന് രക്ഷിക്കേ. മോട്ടു വലയിൽ കുടുങ്ങിപ്പോയി. തീർച്ചയായും എന്തുകൊണ്ട് ചെയ്യില്ല. നിങ്ങള് കാരണം ഞാനും കുടുങ്ങിയാലോടെ. നിങ്ങളോട് ഞാൻ ബാങ്കിലേക്ക് വരാൻ പറഞ്ഞില്ലേ? നിങ്ങൾ എന്താ ഇവിടെ അങ്ങനെ തൂങ്ങിയിരിക്കുന്നത്? ചെങ്കൻ സാറേ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഏതാണ്ട് പറ്റി. അതറിയാതെ ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോയല്ലോ. ഞങ്ങളെ ഒന്ന് ഇറക്കി തായോ. എന്നെ കൊണ്ടുപോകാൻ ആരും ഇവിടെ വന്നിട്ടില്ലല്ലോ. ഒരു വണ്ണം വരെ എത്തിയിട്ടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം ഞാൻ ചെയ്ത പ്ലാൻ വർക്ക്ഔട്ട് ആയി എന്താണ്? ആരാണ് എന്നെ ദേഹത്ത് വിടുന്നത്? മോട്ടു, നീയോ? ഇതിനാ പറയുന്നത് താൻ വിരിച്ച വലയിൽ താൻ തന്നെ വീഴുമെന്ന്. ചിങ്കം സാർ, ഇന്ന് മോഷ്ടിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജോൺ രക്ഷപ്പെട്ട് കളഞ്ഞു. താങ്ക് യു മോട്ടു, താങ്ക് യു വെരി മച്ച്. പക്ഷെ ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ഈ ജോണിന്റെ വലയിൽ നിന്ന് ഇപ്പൊ വേണം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ എപ്പോഴും വലയിൽ മുയൽ വീഴണമെന്നില്ല. മോട്ടുപത്രു, വേഗം വേഗം വായോ. അവിടെ ആ മരത്തിൽ ആരോ വല കെട്ടി വെച്ചിട്ടുണ്ട്. പാവപ്പെട്ട പക്ഷികളൊക്കെ അതിനകത്ത് കുടുങ്ങിക്കിടക്കുക. എന്നിട്ട് നിലവിളിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നവരല്ലേ? പ്ലീസ് ഒന്ന് അവരെ രക്ഷിക്കേ. എന്ത്? വീണ്ടും മരത്തിന് മുകളിൽ വല കെട്ടിയെന്നോ? പത്തുലു, വേഗം വരൂ. ആദ്യത്തെ പോലെ പിന്നെയും പോയി വലയിൽ കുടുങ്ങരുത്. ഡോണ്ട് വറി പത്തുലു, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ഇപ്പൊ കണ്ടോ പത്തുലു എന്റെ അഭ്യാസങ്ങളൊക്കെ? പൊയ്ക്കോ പക്ഷിറാണി, പോയി സന്തോഷിക്കേ. എന്റെ കാല്. പത്തുലു, പത്തുലു, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കണേ. ഒന്ന് നിൽക്ക്. ഞാനിപ്പോ മുകളിലേക്ക് വന്ന് നിന്റെ കാലുകൾ അതിൽ നിന്ന് വേർപെടുത്താം.
മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യ്. നമ്മൾ വീണ്ടും പഴയതുപോലെ കുടുങ്ങിപ്പോയി. എന്താ ചെയ്യാ? ഞാൻ എന്താലോചിക്കാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്ക് പത്തലു. ചിങ്കം സാറിന് ഫോൺ ചെയ്യാം. ചിങ്കം സാറേ, മോട്ടു പത്ലു, my fear when Chingam is here. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾ ആ വലയുടെ പിടിയിൽ നിന്നും പുറത്താക്കാം. ഇപ്പൊ 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 ആ. വേഗം ചെയ്യ്. ദേ അത് കണ്ടോ, ജോൺ ആ ഫയർ ബ്രിഗേഡിന്റെ വണ്ടിയും കൊണ്ട് പോയി. Hey John, stop in the name of law. Stop. ഏണി ഇവിടെ പോയി. എന്റെ അമ്മോ, ഇവിടെ ഉണ്ടായിരുന്ന ഏണി ഇവിടെ പോയത്. എന്റെ അമ്മോ, ഞാൻ എപ്പോ നിങ്ങളെ സഹായിക്കാൻ വന്നാലും എനിക്കിട്ടൊരു പണി കിട്ടും, അത് ഉറപ്പാണ്. ഏയ്, ഇനി മുതൽ ഞാൻ താഴെ നിന്ന് എല്ലാം നോക്കി കാണൂ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ പോയി നോക്കൂ. എന്റെ അമ്മോ. ഏ മോട്ടു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നവനാ. എന്റെ മേലെ തന്നെ നീ വന്ന് വീണു അല്ലേ? ഈ മോട്ടു പത്ലു എത്ര നല്ല മനുഷ്യന്മാരാ. അവരുടെ ജീവൻ പണയം വെച്ചില്ലേ നമ്മളെയും നമ്മളുടെ കൂട്ടുകാരെയും രക്ഷിച്ചത്. എന്നാൽ ആ ജോൺ ഉണ്ടല്ലോ, അവൻ ഭയങ്കര കള്ളനാ. അതേ സഹോദരി, അവനെ നമ്മളുടെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ വെറുതെ വിടാൻ പാടില്ല. എന്റെ അമ്മോ, വീണ്ടും മോഷണം നടന്നു. ഞാനിതാ വരുന്നു. നമ്മൾ രണ്ടുപേരും വലയിൽ കുടുങ്ങുന്നതും പെട്ടെന്ന് തന്നെ ആ സമയത്ത് മോഷണം നടക്കുന്നതും ഇതിനെന്തോ സംബന്ധമുണ്ട് മോട്ടു. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആ ജോണിന്റെ പണിയാണെന്നാണ്. ആദ്യം അവൻ മോഷ്ടിച്ചു വരുന്ന സമയത്ത് പിടിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യം അവൻ ആ ഫയർ എഞ്ചിന്റെ വണ്ടി എടുത്തുകൊണ്ട് ഓടിപ്പോയില്ലേ? പക്ഷെ അവൻ എന്തിനാ ഇങ്ങനെ വല കെട്ടി വെക്കുന്നത്? ഇങ്ങനെ പക്ഷികളെ പിടിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാണ്? അവൻ പക്ഷികളെ പിടിക്കാനൊന്നും അല്ല വന്നത്. അവൻ നമ്മളെ കുടുക്കാനുള്ള പരിപാടിയായിരുന്നു അത്. നമ്മളെ വലയിൽ കുടുക്കിയിട്ട് അവൻ സാവധാനത്തിൽ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അപ്പൊ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, വേഗം വാ. വല കൊണ്ട് തന്ന പണി വല കൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കണം. ജോണായിരിക്കും ഡോൺ. ജോണായിരിക്കും ഡോൺ. നമ്പർ 1, നമ്പർ 2, നമ്മളത് ഈ ഫുർഫുറി നഗരത്തിലെ ഇന്റർനാഷണൽ ബാങ്കാണ് കൊള്ളയടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ബാങ്ക് വലുതാണെങ്കിൽ പണവും നമുക്ക് അതിനനുസരിച്ച് കിട്ടാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചെല്ല്, വേഗം ചെല്ല്. മോട്ടുവും പത്തിലും വരുന്ന നാനാ ഭാഗത്തും വല വിരിച്ചിരിക്കണം. ഇന്ന് അവന്മാരെ കുടുക്കിയേ മതിയാവും. You are under arrest. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ഇയാളെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ഇനി ഈ റോബോട്ടിക് വിങ്സ് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടേ. ഈ ബാങ്കിലുള്ള എല്ലാവരും ഭയങ്കര മണ്ടന്മാരാണെന്നാ തോന്നുന്നത്. പറ്റുമെങ്കിൽ എന്നെ വന്നത് പിടിച്ചു നോക്കേ. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതമാണ് സത്യം. Stop. പിടിക്കണേ. പറ്റുമെങ്കിൽ എന്നെ വന്നത് പിടിക്കണം പൊട്ടകളെ. പത്തലു, ഈ പ്ലാന് തിരിച്ചടിക്കുകയാണല്ലോ നമ്മൾ തന്നെ. ഓക്കേ, ഇനി ജോണിന്റെ കളി കണ്ടോ നിങ്ങളെ? നമ്പർ 1, നമ്പർ 2 എവിടെയാണ് വല വിരിക്കുന്നത്? ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് കേൾക്കും. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ലോ. എന്നെ ഒന്ന് താഴെ ഇറക്കണേ. സഹോദരിമാരെ, ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവൻ നമ്മളെ ഉപദ്രവിച്ചനാ. അതെ, ഇവനെ വെറുതെ വിടാൻ പാടില്ല. രക്ഷിക്കണേ. എന്റെ പൊന്നു ചിങ്കം സാർ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കുക, അല്ലെങ്കിൽ ഈ പക്ഷികള്
എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. എന്റെ പൊന്ന് ചിങ്കം സാറേ, ഞാൻ വേണമെങ്കിൽ കാലി പിടിക്കുക, എന്നെ ഒന്ന് രക്ഷിക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ബോസ് ബോസ്, നിങ്ങൾ ഇവിടെയാണോ? വല ഇനിയും ബാക്കിയുണ്ട്. ഇത് എവിടെ കൊണ്ട് വെക്കണം? നമ്പർ 1, ഇത് ജയിലിൽ കിടക്കുമ്പം കമ്പിളിക്ക് പകരം താഴെ വിരിച്ചാ മതി, അല്ലേ ജോണേ? ഈ ബോട്ടുവിനെ പത്തിലുള്ളിട്ട് എന്ത് പണി കൊടുക്കാന്ന് വിചാരിച്ചില്ല, അവസാനം കുടുങ്ങുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കുക. ആരെങ്കിലും ഇവന്മാരുടെ അടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കണേ. Watch India's largest kids library only on Geo Hotstar. Download the app now.